ഈ 2 ദിവസങ്ങളായിട്ട് ഒരുപാട് നിർവചനങ്ങൾ കേൾക്കാനിടയായി പീഡനങ്ങളെ സംബന്ധിച്ച്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇനി പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം അതിനാവശ്യമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ശ്രീ കെ മുരളീധരൻ അന്തസ്സായിട്ട് പറയുന്നത് കേട്ടു. ഇത് ഒരാളെ ഒന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അയാൾക്ക് നന്നായി കഴിഞ്ഞ് തിരികെ വരാനുള്ള ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ ഇതൊന്നും ശരിയാവത്തില്ല. കാരണം വീണ്ടും വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല അങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റിയ ഒരുത്തനല്ല എന്ന് ശ്രീ കെ മുരളീധരൻ ബോധ്യപ്പെട്ടു. അതേ അഭിപ്രായം ആണ് ശ്രീ വി എം സുധീരൻ പ്രകടിപ്പിച്ചത്. ശക്തമായ അഭിപ്രായമാണ്. ശക്തമായ അഭിപ്രായം പറയുന്നതുകൊണ്ട് സ്വതന്ത്രമായ അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ ശ്രീ വി എം സുധീരന് സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുകയില്ല. കാര്യം ശക്തമായ അഭിപ്രായം, അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ട്. അതാണ് കാരണം. അങ്ങനെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇതുപോലുള്ള സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുകയില്ല. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും പിടിച്ചു വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനുമല്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു നേതാവാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞു ഇതിന് ശക്തമായ നടപടി എടുക്കണം. എന്നിട്ട് പറഞ്ഞു ഇത് ഈ ജാമ്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിധി വരുന്നത് വരെ നോക്കി നിൽക്കേണ്ട ഒരു കാര്യമല്ല. ആ വിധിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ നടപടി എടുത്തു, നമ്മൾ ശരിയായ നടപടി എടുക്കണം എന്നുള്ളത് ഉള്ള വിവരം അദ്ദേഹം KPCC പ്രസിഡന്റിനെ പോലും എന്നെ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പലരും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന്. അത് നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇയാളെ പുറത്താക്കാം. പക്ഷേ അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പുറത്താക്കിയത് കൊണ്ട് അയാൾ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. MLA സ്ഥാനം നഷ്ടപ്പെടുത്തുമില്ല. കോൺഗ്രസിന് അയാളെ ഈ തോക്കെടുത്ത് കാണിച്ച് രാജിവേട എന്ന് പറയാനോ ഒക്കത്തില്ല. അതിനൊന്നുമുള്ള അവകാശം കോൺഗ്രസിനുമില്ല, ആർക്കുമില്ല. കാരണം അയാളെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു അപകടം പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും ജനങ്ങളത്. പിന്നെ ഇയാളെ ചുമന്നു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ടായിരിക്കും രാവിലെ വിധി പൊട്ടും എന്നെല്ലാം പറഞ്ഞു എല്ലാം നോക്കിയിരുന്നു. ഒന്നും പൊട്ടിയില്ല. അവസാനം പതുക്കെ അതിൽ ഞാൻ കൊള്ളാമെന്ന് വിചാരിച്ച ആളുകൾ പോലും ചില ശരിയായ അഭിപ്രായങ്ങൾ ആദ്യമൊക്കെ പോലും പിന്നെ ഒരുമാതിരി ചെളി ചവിട്ട് നിലപാടാ കണ്ടത്. അതെന്തോ കാര്യം ഇയാളെ പേടിച്ചാ. ഇയാളുടെ കൂടെ ആരാണ്ടൊക്കെ ഉണ്ട്, ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട്. ആളുകളുള്ളവനോ ഈ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയെ ആദ്യം പറഞ്ഞു, അയാൾ അതിനെ അപ്രോച്ച് ചെയ്തു. അത് തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടു. അതിന്ന് അടുത്തത് വേറൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു അതിനെ ഇതുപോലെ പീഡിപ്പിച്ചത് ബലാത്സംഗം ചെയ്തു, അതാണ് എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ കേസ് കിടക്കുന്നത്. പിന്നെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. ആദ്യം ഗർഭിണി ആവണമെന്ന് നിർബന്ധിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്തണമെന്ന് നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നു. അതൊക്കെ തെളിവിൽ കിടക്കുന്ന കാര്യമുണ്ട്. നമ്മൾ അതിനകത്തോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പം ഇത് ഇരിക്കുമ്പോഴാണ് വേറെ ഒരു പെൺകുട്ടി വെളിയിലേക്ക് വരുന്നത്. ഇവിടുത്തെ കാര്യമല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി. അത് 23 വയസ്സുകാരിയാണ്. അത് വന്ന് പറഞ്ഞു വിവാഹം ആലോചിച്ചിട്ടൊക്കെ ചെന്നു. അതിനാദ്യം താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നെ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പായി. സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇൻസ്റ്റാഗ്രാമിലോ കൂടെ അങ്ങാണ്ടുള്ള അടുപ്പമാണ്. ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം ആലോചിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നാട്ടിൽ വന്ന ഉടനെ നിർബന്ധമായിട്ട് അതിനെ അയാൾക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളും ഒരു ഫെനി നയനാൻ എന്ന് പറയുന്ന ഇയാളെ ഒരു സുഹൃത്തും കൂടെ ഒരു കാറിനകത്ത് കയറ്റിയിട്ട്, ഫെനി നയനാൻ അതിനെ ഉപദ്രവിച്ചൊന്നുമില്ല, അങ്ങനെ അതിന് കേസുമില്ല. ഇയാൾ അതിനെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ളത് അത് പറഞ്ഞു. ദേഹമാസകരം മുറിവും ഒക്കെ ഉണ്ടായി, പരിക്കുകളും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു. എന്നെ അത് പേടിച്ച് പരാതി ആയിട്ട് അന്ന് മുമ്പോട്ട് പോകാത്തതിൻ്റെ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അറ്റാക്കാണ്. അത് ഭയന്നാണ് അത് പോകാത്തതെന്ന് പറഞ്ഞു. ഇപ്പോഴ് മറ്റൊരു ഒരു യുവതി, അതായത് ഷഹനാസ് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. ഷഹനാസ് കർഷക സമരം കാണാനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ
ഇവർ പോന്ന്. അപ്പം ഇയാളുമുണ്ട് അവിടെ. ഡൽഹി പോയി കർഷക സമരമൊക്കെ കണ്ടതിന് ശേഷം ഈ ഷഹനാസും വേറൊരു സുഹൃത്തും കൂടെ നേരെ ഇങ്ങ് തിരിച്ചു വന്നു. ഉടനെ ഇയാളുടെ മെസ്സേജ്, നിങ്ങൾ ഞങ്ങളെ അറിയാതെ എന്താ അങ്ങ് പോയിക്കളഞ്ഞതെന്ന്. അപ്പോൾ പറഞ്ഞു അത്. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചു അയാൾ ഈ ഇത് ഡൽഹി പോയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒന്നിച്ച് പോകേണ്ടതല്ലേ, അപ്പോൾ എന്താ ഒറ്റയ്ക്ക് ഇങ്ങ് വന്നത് എന്ന് ഉള്ള വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മൾ കർഷക സമരത്തിന് വന്നതല്ലേ, ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇനിയും പോകാം എന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞേ, നമ്മൾ രണ്ടും കൂടെ പോകുന്ന കാര്യമാണെന്ന്. അപ്പോൾ ഇയാൾക്ക് ഇതിനെ കൊണ്ടുപോകണം. അപ്പോൾ ഇത് അന്ന് തന്നെ ഈ പരാതി, ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതി, അത് ഇൻ റൈറ്റിംഗ് ആണോ അല്ലയോ എന്ന് അത് പറയുന്നില്ല. ആ പെൺകുട്ടി പരാതി കൊടുത്തു. അതായത് അന്ന് യൂത്ത് കോൺഗ്രസിന് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഷാഫിയാണ്. ഷാഫിയുടെ ഈ പെട്ടിപിടുത്തക്കാരനായിരുന്നല്ലോ ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ഇതേപോലെ ഒരു പരാതി ഈ ഷാഫി ഇങ്ങനെ എഴുതി കൊടുത്തു. അതിപ്പോൾ കൊള്ളാവുന്ന ആളുടെ അടുത്തല്ലേ ഈ പരാതി പറഞ്ഞേ. ഈ ഷാഫിക്ക് ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ലല്ലോ. ഏതായാലും പരാതി കൊടുത്തു. അപ്പോൾ അതിന് ഒരു നടപടി. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു അന്ന് KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിനും പരാതി എഴുതി കൊടുത്തു. ഇതിൽ പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇത് വേറെ ആരും ഇങ്ങനെ കാണത്തില്ലായിരിക്കാം. ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ വേറെ അധികം ഉണ്ടോയെന്നും നമുക്കറിയില്ല. ഏതായാലും വേറെ ആരുടെയും പേര് ഇവരാരും, ഈ സ്ത്രീകളാരും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പുതിയ രസകരമായ ഒരു കാര്യം, പല നിർവചനങ്ങൾ വരും. ഇന്നലെ CPMൻ്റെ ഒരു നേതാവ് ഇരുന്ന് പറയുന്ന കേട്ടു, അത് ഈ മുകേഷിൻ്റെ സിനിമയിലുണ്ടായ പീഡനമല്ലേ, സിനിമയിലെ അതും ഇതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ സിനിമയിലെ പീഡനം വേറെ പീഡനം, ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന പീഡനം എന്ന് പറയുന്നത് വേറെ പീഡനം. അപ്പോൾ അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം, അത് പിന്നെയും പോട്ടെന്ന് വെക്കാം. ഈ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇന്ന് മഹിളാ അസോസിയേഷൻ, CPMൻ്റെ ഒരു സംഘടനയാണ്. അതിൽ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്. അത് അവരുടെ പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവർ പരസ്യമായിട്ട് TV ചാനലിലിരുന്ന് പറയുന്നത് കേട്ടതാണ്. അത് കേട്ട് ഞാൻ ഒത്തിരി കുറെ ചിരിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ, ഈ ന്യൂനമർദ്ദം ഉണ്ടാവും. അതായത് ബംഗാൾ ഉൾക്കടലിൽ അല്ലെ അറബിക്കടലിൽ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായി. അത് അതിതീവ്ര ന്യൂനമർദ്ദം എന്ന് പറയും. സാധാരണ ഒരു ന്യൂനമർദ്ദമുണ്ട്, തീവ്ര ന്യൂനമർദ്ദമുണ്ട്, അതിതീവ്ര ന്യൂനമർദ്ദമുണ്ട്. നമ്മൾ കേട്ടോ തീവ്രമായ, അതായത് ഉരുൾപൊട്ടൽ, അതിതീവ്രമായ ഉരുൾപൊട്ടൽ എന്നൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ഈ ബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുണ്ടോ? ഈ വനിതാ നേതാവ് ഇരുന്നുകൊണ്ട് പറയുകയാണ്, മുകേഷ് എന്ന് പറയുന്നത് സാധാരണ ഒരു പീഡനമല്ലേ, ഇത് അതിതീവ്ര പീഡനമല്ലേ എന്ന്. അപ്പം ഈ പീഡനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇതുവരെ ഒരു ഡെഫിനേഷൻ ഞാൻ കണ്ടിട്ടില്ല. അതായത് സാധാരണ പീഡനം, തീവ്ര പീഡനം, അതിതീവ്ര പീഡനം. മുകേഷിൻ്റെതൊക്കെ സാധാരണ പീഡനമാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ആ സ്ത്രീ പറഞ്ഞതാണ്, അത് നീന്നാ മനസ്സിലാക്കണ്ട. നമ്മൾ ഇത് അതിതീവ്ര പീഡനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. എനിക്കറിയാൻ വയ്യ. ഏതായാലും എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഈ പീഡനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇന്നുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സാധാരണ പീഡനം, തീവ്ര പീഡനം, അതിതീവ്ര പീഡനം. ഇനി ഇത് അതിതീവ്ര പീഡനമാണോ എന്താണെന്ന് ഉള്ളത് ഇത് മനസ്സിലാക്കണം. എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നിയമത്തിൽ ഇങ്ങനൊരു ഡെഫിനിഷൻ ഇല്ല. നിയമത്തിൽ റേപ്പെന്ന് മാത്രമേ ഉള്ളൂ. അതിതീവ്ര റേപ്പ്, സാധാരണ റേപ്പ്, തീവ്ര റേപ്പ് എന്നൊന്നും പറയുന്ന വ്യത്യാസങ്ങളൊന്നും റേപ്പിന് നിയമം കൊടുത്തിട്ടില്ല, അനുശാസിക്കുന്നില്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവിടെ ഇതിന് ന്യായം പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ വേറെ കാര്യം, ഇനിയിപ്പം നാളെ വിധി വന്നിട്ട് മതി എന്ന് ഇവിടുത്തെ കുറേ നേതാക്കന്മാരങ്ങ് തീരുമാനിച്ചു കേട്ടോ. അതായത് ഇതിൻ്റെ വിധി അറിഞ്ഞിട്ട് മതി. അപ്പം വിധി ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്നിരിക്കട്ടെ, ഇയാളെ ചുമന്നുകൊണ്ടിരിക്കാനുള്ള ഉദ്ദേശമാണോ? നിങ്ങളെ ജനങ്ങൾ കല്ലുപറി എറിയും റോഡിൽ ഇറങ്ങിയാൽ. അതാദ്യം തീരുമാനിക്കണം, മനസ്സിലാക്കണം.
കോടതി വിധി എന്ന് പറഞ്ഞാലും അതിന് ഒരുപാട് സങ്കീർണതയുള്ളതാണ്. അതായത് ഈ നമുക്ക് ബിയോണ്ട് റീസണബിൾ ഡൗട്ടാണ് നമുക്ക് വരേണ്ടത്. ബിയോണ്ട് ഡൗട്ട്, സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതികൾക്ക് കിട്ടും. അങ്ങനെ കിട്ടി രക്ഷപ്പെടുന്ന പ്രതികൾ കുറ്റം ചെയ്തില്ല, ഈ ആക്ട് കുറ്റം ചെയ്യുന്നില്ല അതായിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം സംശയാതീതമായിട്ട് തെളിയിക്കാൻ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുത്ത് വെറുതെ വിടുന്നു. അവർ യഥാർത്ഥത്തിൽ അവർ ഇങ്ങനൊരു ആക്ട് ചെയ്തിട്ടില്ലേ? ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ സംശയാതീതമായിട്ട് പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പ്രതിയെ അയാൾ ഇമ്മോറൽ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്താൽ അത് ഇമ്മോറൽ ആക്ടിവിറ്റി ആവത്തില്ലേ? ബലാത്സംഗം ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതിയുണ്ട്, നാട്ടുകാർക്ക് മൊത്തം അറിയാം, പക്ഷേ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് ഈ പ്രതി വെറുതെ വിടുന്നു. അയാൾ യഥാർത്ഥത്തിൽ അയാൾ ബലാത്സംഗം ചെയ്ത ആൾ തന്നെയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനെ ചുവന്നു നടക്കാനുള്ള ഉദ്ദേശമാണോ ഇനി? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഇവർ നന്നാവുന്ന ലക്ഷണമില്ല. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിനെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. ഇതേപോലുള്ള സംഭവങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സഹിക്കുകയാണ്. അതായത് 2 കാർ ഉപയോഗിക്കുന്ന പുതിയ കാറുള്ള ആൾ വീണ്ടും 1,10,00,000 രൂപ കാറിന് ഇവിടെ പട്ടിണി കിടക്കുന്നവരുണ്ട്, ഖജനാവ് പറ്റി വരണ്ടിരിക്കുന്നു. അത് വാങ്ങിക്കാൻ നടക്കുമ്പോഴാണ് ആ വാങ്ങിക്കുന്നവരെ വീണ്ടും വീണ്ടും ജനങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ വേറെ ആരെ കൊണ്ടുവരും? ഇതുപോലുള്ള പീഡനവീരന്മാരെ വേണ്ടേ കൊണ്ടുവരാൻ? ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നവരെ വേണ്ടേ കൊണ്ടുവരാൻ? അതിനാര് തയ്യാറാവും? ചിന്തിക്കണം, മനസ്സിലാക്കണം.